ടു മൈ ചാനൽ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി ചലഞ്ച് വീഡിയോ ആണ് ഗൈസ്. ശരി, അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞങ്ങളുടെ ചലഞ്ച് ഡിഫറെന്റ് ലെറ്റർ സ്പീക്കിംഗ് ചലഞ്ച് ഗൈസ്. ഈ ചലഞ്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം 3 ലോട്ടായിരിക്കും എടുക്കുന്നത്. ആ 3 ലോട്ടിലും നമ്മുടെ 3 പേരുടെയും പേരായിരിക്കും. അതിൽ നിന്നും ആരുടെ നെയിമാണ് നമ്മൾ പിക്ക് ചെയ്യുന്നത് അയാൾ നോർമൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. ബാക്കി 2 പേർക്ക് കിട്ടുന്ന ലെറ്റേഴ്സ് വെച്ചായിരിക്കും ബാക്കി 2 പേരും സംസാരിക്കുന്നത്. സപ്പോസ് ഇപ്പം ഇവിടെ പേരാണ് നോർമലായിട്ട് കിട്ടിയത് എങ്കിൽ ഇപ്പം ഞങ്ങൾ 2 പേർക്കും ബാക്കി ലെറ്റേഴ്സ് വെച്ച് സംസാരിക്കില്ല. ആ ലെറ്റേഴ്സ് നമ്മൾ പിക്ക് ചെയ്യാനായിട്ട് പ്ലോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ എത്തിക്കുന്നത് മലയാളം ലെറ്റേഴ്സ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, എനിക്ക് വല്ലാണ്ട് ചൂടെടുക്കുന്നു. എനിക്കിപ്പോൾ ഷഫിൾ ചെയ്ത ലെറ്റർ ആയാണെങ്കിൽ എനിക്ക് അല്ലാണ്ട് ആടെടുക്കുന്നു. അതിപ്പോൾ കേസ് നമ്മൾ എനിക്ക് അല്ലാണ്ട് ആടെടുക്കുന്നതിന് പകരം എനിക്ക് വല്ലാണ്ട് ആടെടുക്കുന്നോ അല്ലെങ്കിൽ നമ്മൾ വേറെ ഏതെങ്കിലും ലെറ്റർ കയറി പറയുകയാണോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ ദ സ്പോട്ട് പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചലഞ്ചിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ലെറ്റർ വെച്ച് നമ്മൾ ഈ ചലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തില്ല. നമ്മൾ 1 അവർ കൂടുമ്പോൾ ലെറ്റർ ഷഫിൾ ചെയ്യുന്നത് ഗൈസ്. അതുപോലെ എന്റെ വീഡിയോ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്നെ അറിയായിരിക്കും. എന്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയത്തില്ല. ഇവരെ ഞാൻ എവിടെയോ എന്റെ തോന്നലാവാം, എന്നാലും അതല്ലല്ലോ, എവിടെയോ വെച്ച കണ്ട പരിചയമുണ്ട്. എന്റെ പേര് ഇതാ. കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഇവരെ 2 പേരെ കണ്ടിട്ടില്ലായിരിക്കും. എന്റെ വീഡിയോ ഇന്ന വരെ കണ്ടിട്ടില്ലായിരിക്കും. അപ്പൊ ഇവരെ 2 സിബ്ലിങ്സ് ആണ് ഗൈസ്, സ്വാലിഹ. അതുപോലെ ഇനിയുള്ള ചലഞ്ചിലെല്ലാം ഞങ്ങൾ കാണുന്നതായിരിക്കും ഗൈസ്. ഏതൊക്കെ ചലഞ്ച് ആണോ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങളാണ് ഗൈസ് ഞങ്ങളുടെ ബലം. എന്തോ എങ്ങനെ നിങ്ങൾ തന്നെ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഗൈസ്. അപ്പൊ നമ്മുടെ പണിഷ്മെന്റുകൾ എന്തൊക്കെയെന്ന് വെച്ചാൽ ഉപ്പ്, പുളി, ഇതുപോലെ നല്ല എരിവുള്ള മുളക് ഗൈസ്. നല്ല എരിവാണ് ഗൈസ്. ഇത് ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ എരിവ് പറ്റത്തില്ല. പിന്നെയും പ്രത്യേകിച്ച് പറ്റുന്ന ബിസ്മിക്കേ ഉള്ളൂ. ഞാനൊന്നും മിണ്ടുന്നില്ല. എരിവ് പ്രത്യേകിച്ച് ആർക്കും പറ്റാത്തൊരു സാധനമാണ്. ഇതുപോലെ നാരങ്ങ ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ താരം. ഇതിനെ ഈ വീട്ടിൽ ആർക്കും ഇഷ്ടമല്ല. അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് തോന്നുന്നു, പക്ഷെ ഞങ്ങൾക്ക് പിള്ളേർക്ക് ആർക്കും ഈ ഒരു സാധനം ഇഷ്ടമല്ല ഗൈസ്. പാവയ്ക്ക. ഇത് ഇഷ്ടമുള്ളവരുടെ കമന്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, അപ്പം ഇതുപോലെ ഓരോ നല്ല ചലഞ്ചുകൾക്കും ഓരോ വെറൈറ്റി ആയിട്ടുള്ള ചലഞ്ചുകൾക്കും ഇതുപോലെ തന്നെ പണിഷ്മെന്റും കാണും ഗൈസ്. അതുകൊണ്ട് നിങ്ങൾ കമന്റ് ചെയ്യുക, അത് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പൊ നമ്മളിതാ ലോട്ട് എടുക്കാൻ പോകണം. നമ്മളെ 3 പേരുടെ പേര് ഇത് ലോട്ടുണ്ട് ഗൈസ്. ഇതിൽ നിന്നാണ് നമ്മൾ ആർക്കാണ് നോർമൽ എന്നും ആർക്കാണ് പണി എന്നും കണ്ടുപിടിക്കാൻ പോകുന്നത് ഗൈസ്. ശരിക്കും നല്ല പേരുണ്ട്. അപ്പൊ നമുക്ക് ഷഫിൾ ചെയ്തിട്ട് ചോദിക്കാം. ആരെടുക്കുന്നത്? അതെ, എനിക്കാണ് ഗൈസ് നോർമലി ഇട്ടിരിക്കുന്നത്. ഇവർക്ക് 2 പേർക്കും ഇനി ലെറ്റേഴ്സ് ആണ് ഗൈസ് കിട്ടുന്നത്. നമുക്കൊക്കെ ലെറ്റർ ചെയ്താൽ നോക്കാം. നമ്മൾ നിറയെ ലെറ്റേഴ്സ് ഇത് വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഗൈസ്, ഇനി ഇവരെ സംസാരിക്കുന്ന ഓരോന്നിലും സായും വായും വെച്ചിട്ടാണ് സംസാരിക്കാനായിട്ട്. വേറെ ഒരു ഇതും ഇവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം എന്റെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ ഇവരെ തോപ്പിക്കുക, ഇവരെ കൊണ്ട് ആ പണിഷ്മെന്റുകൾ കഴിപ്പിക്കുക. അതാണ് ചലഞ്ച്. അപ്പൊ നമുക്കിനി 1 അവർ കഴിയുമ്പോൾ വീണ്ടും നമ്മൾ നോട്ടെടുത്ത് ലെറ്ററും ആളെ ചേഞ്ച് ചെയ്യും ഗൈസ്. അപ്പോൾ 1 മണിക്കൂർ എനിക്ക് വെലസ് നടക്കാം. അപ്പൊ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. അപ്പൊ എനിക്ക് ഇവരെ തോപ്പിക്കാൻ ഗൈസ് ചെയ്യണം. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. ഇവർക്ക് മാക്സിമം പണിഷ്മെന്റ് വാങ്ങി തുടങ്ങിയാൽ നന്നായിട്ട് നോക്കും. ഇപ്പം 1 മണിക്കൂറാണ് നമുക്ക് കറക്റ്റ് ടൈം എന്ന് പറയുന്നത്. ഇപ്പം 11 മണിയായിട്ടുണ്ടെങ്കിൽ 12 മണി വരെയാണ് ഇവരുടെ ചലഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ശരിയായി. എന്നുണ്ട് നീ എന്നാ രാവിലെ കഴിച്ചേ? ഉപ്പുമാവോ? കറി എന്നായിരുന്നു? പഴത്തിനാണ് വഴ. ഭയങ്കര ഡെഡിക്കേഷൻ കേസ്. ഇവരെ എങ്ങനെയാ പറ്റും? എനിക്ക് തോന്നുന്നത് എനിക്ക് ആദ്യം തന്നെ പണിഷ്മെന്റ് ഇടുന്നാട്ടോ തോന്നുന്നത്. ഇവരെ ഒന്ന് തോപ്പിക്കാനായിട്ട് എന്താ പോലെ എളുപ്പമല്ല. അതെ, വിചാരിച്ച പോലെ എളുപ്പമല്ല കേസ്. ഇവരെ തോപ്പിക്കാനും എളുപ്പമല്ല. എനിക്ക് തോന്നി ഇവരൊക്കെ പാടിരിക്കാണ്. കാരണം ഇവരെനിക്ക് തോപ്പിക്കണ്ടേ. ഇവരൊരുമാതിരി വേറെ ലെറ്റർ സംസാരിക്കുമ്പോൾ ഞാൻ കഥ എഴുതി സംസാരിക്കണ്ടേ. സോ സിമ്പിൾ. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ KK ജോസ്. ഭയങ്കര കാറ്റല്ലേ? ഞാനങ്ങുന്നേ. ആ സ്കൂളിന്റെ പേരെന്നാ? സെന്റ് ജോർജ്. എടി ജോർജ് വേറെ ലെറ്റർ അടി. ഗൈസ്, പണിഷ്മെന്റ്. ഗൈസ്, ഞാൻ പോയി എടുത്തിട്ട് വരാം. ഗൈസ്, നമ്മുടെ പണിഷ്മെന്റ് ഇവിടെ ആയിട്ടുണ്ട്. ഞാൻ തുറക്കാം. സാലിയാണ് ഞാൻ തുറക്കാം. ഇത് വിസ്മയുടെയാണ്. സൂപ്പർ ഗൈസ്. പുളിയും പാവയ്ക്കയാണ് ഗൈസ് കിട്ടിയിരിക്കുന്നത്. പുളി പാവയ്ക്ക നമുക്ക് കൊടുക്കാം ഗൈസ്.
നല്ല പുളിയും നല്ല കയ്പുള്ള പാവയ്ക്ക് നമുക്ക് ഇതുവരെ കൊടുക്കാവേ. അത് വേറെ കഴിക്കും. ആദ്യം മിസ് എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം കേട്ടോ. അതാണ് നിങ്ങളുടെ പണിഷ്മെന്റിന്റെ ചലഞ്ച്. എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കും. പൊളിക്കും. ഡെഡിക്കേഷൻ. കാരണം ഇവിടെ പാവയ്ക്ക് അവളെ എടുത്ത് കഴിച്ചേക്കാണ്. അവള് കഴിച്ചു കഴിഞ്ഞു കുരു കളയാൻ. ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമല്ല. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല കയ്പുള്ള പാവയ്ക്കാണ്. അപ്പൊ കഴിച്ചു നല്ല എങ്ങനെയുണ്ട് നല്ല കയ്പുണ്ടോ? മധുരമാണോ? നല്ല ടേസ്റ്റ് ഉള്ള പാവയ്ക്കാ തോന്നും. നല്ല ടേസ്റ്റ് ഉണ്ടോ? സംസാരിക്കുന്നേ. നല്ല രുചിയാണ്. നിങ്ങൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യണോ? സാറ്റിസ്ഫൈ. ഇതെല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നുണ്ടോ? സൂപ്പർ സൂപ്പറാണ്. നിങ്ങൾ എല്ലാം വീഡിയോ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പാവയ്ക്ക് ചുമ്മാ അടിച്ചെടുത്ത് നോക്കണം. തീർന്നില്ലേ? തീർന്നില്ല. തീർന്നു കേട്ടോ. ഗൈസ് അവള് ഇറക്കി. പക്ഷെ ബിസ്മിനി ഞാൻ പ്രതീക്ഷിച്ചില്ല. ഗൈസ് അവള് എക്സ്പ്രഷൻ ഇടാതെ ഇറക്കി. ശരിയായി പാവയ്ക്കാരുടെ എഫക്ട്. എന്നാണ്ട് ഒന്നുമില്ല. നീ ഇട്ടിരിക്കുന്ന ഡ്രസ്സിന്റെ കളർ ഏതാ? മറ്റ അവിടെ എന്താ പണി കാണുന്നത്? വള. കൊറേ മരങ്ങളുണ്ടല്ലേ? സ്കൂളിലെ സ്പോർട്സ് അടി. ഗൈസ് നമ്മുടെ സ്കൂളില് സ്പോർട്സും ആർട്സും വരുന്നുണ്ട് കേട്ടോ. അപ്പം സ്പോർട്സിന്റെ ആർട്സിന്റെ വീഡിയോ എടുക്കാൻ പറ്റുമോ ഞാൻ സാറിനോട് ചോദിച്ചിട്ട് ഞാൻ പറയാം കേട്ടോ. അപ്പൊ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. സാർ എടുക്കണമെന്ന് പറയുന്നത് നമുക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പൊ നോക്കാം ഗൈസ്. മീൻസ് ഈ ഒരു ബൗളാണ് ഗൈസ് ഞങ്ങളുടെ പേടി സ്വപ്നമായിട്ടുള്ള ബൗള്. കാരണം ഒരു എന്താ നമ്മുടെ പണിഷ്മെന്റ് ബൗൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത കുറെ സാധനങ്ങൾ. എനിക്ക് പുളിയൊക്കെ ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എക്സ്പ്രഷൻ ഇടാതെ എനിക്ക് കഴിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടൊരു കാര്യമാണ്. ഓക്കെ, പക്ഷെ ഇവരെനിക്ക് എങ്ങനെ ഔട്ട് ആക്കണമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നാ മിണ്ടായിരിക്കുന്നേ? ഇത് സുഖത്തില്ല. എന്തെങ്കിലും പറ. എങ്ങനെയുണ്ടായിരുന്നു പുളി? വെള്ളം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നോ? ഈ പുളിക്ക് ഇച്ചിരി ഉപ്പും കൂടി ഇട്ടാക്കുന്നതായിരുന്നു. എനിക്ക് ഈ സാ കൂട്ടി പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് തമ്മില് പറയുന്ന ഒരു ഫീൽ എനിക്ക് വരുന്നുണ്ട് ഗൈസ്. ഞാന് ഇന്നലെ ഇതുപോലെ കടയിൽ പോയപ്പോ ഗൈസ് ഒരു ഡിഫറെന്റ് ഒരു ചോക്ലേറ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. ഇന്നലെ ഇതെല്ലാം കണ്ടപ്പോഴാട്ടോ ഞാൻ കണ്ടത്. ഇതിന്റെ പേര് ക്രീമി മിൽക്ക് ചോക്ലേറ്റ്. അപ്പൊ ഈ ചോക്ലേറ്റ് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്കിത് ഇവരോട് തന്നെ ചോദിക്കാം ഇതിന്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നും എങ്ങനെയുണ്ട് ഈ ചോക്ലേറ്റ് നോക്കി ഇവരോട് നമുക്ക് ചോദിക്കാം. എന്നിട്ട് ഞാൻ കഴിക്കാം. പൊട്ടിച്ചോ പൊട്ടിക്കാൻ പോവാം. പൊട്ടിച്ചോ ഇത് എനിക്ക് എങ്ങനെയാണ് സംസാരിക്കുന്നത്? സാധാരണ വേണ്ടിട്ടാ. ഓ ഗൈസ് സൂപ്പർ കവറിങ്. ഗൈസ് നോക്ക്, ഇതിന്റെ ഇതിന് ഒരു പ്രീമിയം ചോക്ലേറ്റ് ലുക്ക് ഒക്കെ തരുന്ന പോലെ അല്ലേ ഉണ്ട് ഗൈസ്. നമുക്ക് നോക്കാവേ. ഇവര് പൊട്ടിക്കട്ടെ. നോക്കാം. മണം എങ്ങനെയുണ്ട്? മിൽക്കി ബാറിന്റെ മിൽക്കി ബാറിന്റെ അതേ മണമാ? കഴിച്ചു നോക്കാം. പണിഷ്മെന്റ് എടുത്ത് കഴിക്കേ. പണിഷ്മെന്റ് എടുത്തിട്ട് ബിസ്മി അവിടെ പണിഷ്മെന്റ് എടുത്തിട്ട് നമുക്ക് കഴിക്കാം. ഞാൻ നോക്കട്ടെ. സാൾട്ട്, പാവയ്ക്കായും ഉപ്പും നല്ലതാണ് കഴിച്ചു. നമുക്ക് ഉപ്പ് കൊടുക്കാം. സ്പൂൺ എടുത്തിട്ട്
ഗൈസ് സ്പൂൺ എടുത്തിട്ടുണ്ട്. നമുക്ക് കൊടുക്കാം ഗൈസ്. കൊച്ചിനെ അവളെ പടി എടുത്തിട്ട് നമുക്ക് കൊടുക്കാം. ഗൈസ് നമ്മൾ ഇത്ര ഉപ്പാണ് കൊടുക്കുന്നത്. എത്ര ഉപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഒരു കാത് എക്സ്പ്രഷൻ. എങ്ങനെയുണ്ട്? സൂപ്പർ. സായാണ്ട് എന്നെ വെച്ചാൽ സൂപ്പർ നോക്കണ്ടിരിക്കുക. വലിയ വരികൾ വാരിക്കൂട്ടും മനുഷ്യന്റെ വാരിക്കൂട്ടും. ഇങ്ങനെ ഒരു സുഖം ഗായ്സ്. ഓക്കെ ഓ സാൾട്ട്. അടുത്ത ആൾക്ക് നമുക്ക് സാൾട്ട് കൊടുത്തിട്ട് അടുത്ത പണിഷ്മെന്റ് നമുക്ക് എടുക്കാവേ. എന്താണ് കുറച്ചാ ഇത്ര സോൾട്ട് ഗൈസ്. നമുക്ക് രണ്ടെണ്ണം കൊടുക്കണം. പക്ഷെ ഇത്രയും നേരം അടുപ്പിച്ച് കിട്ടണം. നമ്മള് സാധിച്ചില്ലാട്ടോ. ലെമൺ സോറി ഗൈസ്. നാരങ്ങാവെള്ളമായി, ഉപ്പായി, വെള്ളമായി, നാരങ്ങയായി, പാവയ്ക്കായി. എങ്ങനെയുണ്ട്? സൂപ്പർ. ഇനി നിങ്ങള് തെറ്റിക്കുവാണെങ്കിൽ നിങ്ങൾ ചോക്ലേറ്റ് കഴിച്ചിട്ട് പണിഷ്മെന്റ് കേട്ടോ. ഓക്കെ ലിസ്നി? ഉപ്പ എങ്ങനെ ഉണ്ടായിരുന്നു? പറ ലിസ്നി. ഇറക്കിയില്ലേ? ലിസ്നി ഇറക്കിയില്ല. ഞാൻ കഴിക്കാൻ പോയി. ഇവരെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന കാര്യമില്ല. ഓക്കെ ഞാൻ ആദ്യം കഴിക്കുന്നത് എന്താ എങ്ങനെ ടേസ്റ്റ് മിസ്മി? എന്തിൻ്റെയൊക്കെ ഫ്ലേവർ വരുന്നുണ്ട്? നിനക്കോ എന്തിൻ്റെയൊക്കെ ഫ്ലേവർ തോന്നുന്നുണ്ട്? സിൽക്ക്. വേറൊന്നുമില്ല? മധുരം ഉണ്ടോ? എങ്ങനെയുണ്ട്? സ്വന്തം ഏതെങ്കിലും മുട്ടായി ടേസ്റ്റ് ഉണ്ടോ? സിൽക്കി സ്റ്റാർ. നിനക്ക് തോന്നിയില്ല കട്ടൊക്കെ പിടിപ്പിക്കാൻ നല്ല ഭാഷ പറഞ്ഞു ഏത് ടേസ്റ്റ് ആണ്? നല്ല പാട. എന്തോ നീ പറഞ്ഞേ? പണിഷ്മെന്റ്. സോ പണിഷ്മെന്റ് ഭയങ്കര ശരി. സ്മിൽക്കി ബാറിന്റെ ടേസ്റ്റ് ഉണ്ട്. മിൽക്കി ബാർ അനിയനായിട്ട് കൂട്ടല്ലേ? 11-16 ആയതേ ഉള്ളൂ. ഇനി കൊണ്ട് ഇതൊക്കെ സമയം. ഞാൻ ഇവരെ സല്ലാത്ത സത്ത് സാധനം ഒട്ടും മനസ്സിലാവട്ടെ. സല്ലാണ്ട് സത്ത് സാ ശരിക്കും ഒന്നും മനസ്സിലാവില്ല. വാ അങ്ങനെ മനസ്സിലാവുന്നുണ്ട്. സല്ലാണ്ട് വല്ലാണ്ട് ചത്ത്. ആ അങ്ങനെ ഇത് സല്ലാണ്ട് പത്ത്. ഇത് ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് വാങ്ങുന്ന കാര്യമാണ്. ഇത്ര വളരെ ഞാൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? താൻ ചിന്തിച്ചിട്ടുണ്ടോ അത്? സരിവ. അതെ സരിവ. സാരി ഇനി തിന്നാത്തായിട്ട് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ ഇത് രണ്ടും. ഇത് ഒട്ടും പറ്റാത്ത സാധനം. ഗൈസ് ഇതാണോ ഒട്ടും പറ്റത്തില്ല. ഇതൊക്കെ പിന്നെയും പറ്റും. പക്ഷെ ഇത് നല്ല എരിവുള്ള മുളകാണ് ഗൈസ്. ഒട്ടും പറ്റത്തില്ല. എനിക്കും പറ്റത്തില്ല. ഇവർക്ക് പറ്റത്തില്ല. ഇവർക്ക് പിന്നെയും എനിക്കും പറ്റത്തില്ല. ഇവക്കും പറ്റത്തില്ല. അപ്പൊ പിന്നെ ശുഭം. ഇത് ആർക്കും ഇതുവരെ കിട്ടിയില്ല. നാരങ്ങയ്ക്ക് പുളി ഉണ്ടോ?
സൂപ്പർ. നല്ല പുളിയുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഒന്നാമത്തെ പുളി ഇഷ്ടമാണ്, പക്ഷെ എനിക്ക് എക്സ്പ്രഷൻ ഇടാൻ എനിക്ക് പറ്റത്തില്ല. അതാണ് എന്റെ പ്രശ്നം. നമുക്കപ്പം ഇവിടുന്ന് പുളിച്ച് കയറും. നമുക്ക് മനസ്സിലായോ? ഈ മാ പിന്നെ മനസ്സിലായി, ഈ സായ ഒട്ടും മനസ്സിലാവാതെ. അത് ഇവള് പറയുന്നതിന്റെ പ്രശ്നമാണോ അതോ സാടെ പ്രശ്നമാണോ? അത് കൊള്ളായിരുന്നു. ഗായ്സ്, നമ്മള് ലൂഡോ കളിച്ചോണ്ടിരിക്കായിരുന്നു. എന്റെ സാലിയ ഭൂമൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് സാലിയക്ക് അടുത്ത പണിഷ്മെന്റ്. സാലിയ നേരത്തെ ഒന്ന് പറഞ്ഞു എനിക്ക് ഇനി പണിഷ്മെന്റ് കിട്ടത്തില്ല. ആണോ? എന്നാ അറിയാതെ പണിഷ്മെന്റ് കൊടുത്തോ? കൊടുക്കാം. എടുത്തോടാ. ഐശ്വര്യമായിട്ട് എടുത്തു. ഈ ചില്ലിയുടെ എന്താന്ന് വെച്ചാ അവള് നേരത്തെ നമ്മളെ പറ്റിച്ച ചില്ലിയുടെ കരുതി. അത് മാത്രമല്ല, ഈ നേരത്തെ എന്ന് പറഞ്ഞാൽ അവർക്ക് ചില്ലിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയില്ല. അവൾ ആ ഉപ്പ് തിന്നത് കൊണ്ട്, അല്ല പുളി തിന്നത് കൊണ്ട് അവർക്ക് ചില്ലി അങ്ങോട്ട് കിട്ടിയില്ല. ഇഷ്ടം അപ്പോൾ നേരത്തെ കഴിച്ചിട്ട് ഹാഫ് ഉണ്ട്. അത് മൊത്തം കഴിക്കണേ. മൊത്തം കഴിക്കണം. നീ മാരുടെ പാതി കഴിച്ചു, പാതി കഴിക്കണം. വരിക്കുന്നോ? എരിയുണ്ടോ? മുളകിന് എരിയുണ്ടോ? എരിയുണ്ടോ? ഉണ്ടോ? നേരത്തെ ഇല്ലായിരുന്നല്ലോ. അതിനറിയോ? പുളി നിന്നിട്ട് തിന്നോണ്ടാ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പൊ തന്നത്. ആഗ്രഹിച്ചു കിട്ടിയത്. തിന്നോ, പതുക്കെ തിന്നാ മതി. വെള്ളം വേണോ? വെള്ളം എടുത്തു. മൊത്തം കഴിച്ചില്ലല്ലോ. കഴിച്ചോ? ശരിക്കും മൊത്തം കഴിക്കണം. കഴിച്ചു മോള് മൊത്തം കഴിച്ചിട്ടൊന്നുമില്ല. നേരത്തെ പകുതി കഴിച്ച്, ഇപ്പൊ പകുതി കഴിച്ച്. ബാക്കി കഴിയില്ല, മൊത്തം കഴിക്കണം. ഗൈസ്, ഇനി നമുക്ക് 10 മിനിറ്റ് കൂടെ ഉള്ളു. ഈ 10 മിനിറ്റുകളിൽ ഞാൻ ഇവരെ എങ്ങനെയും ഔട്ടാക്കണം. എനിക്ക് അറിയത്തില്ല എങ്ങനെ ഔട്ടാക്കണം. ഔട്ടാക്കല്ല പണിഷ്മെന്റ്. ഇപ്പൊ സാലയ്ക്ക് 6 കിട്ടി. എനിക്ക് 2 കിട്ടുള്ളൂ. അത് കൂടുതൽ കിട്ടണമെന്നുണ്ട്. നിനക്കൊണ്ട സാലി കൂടുതൽ കിട്ടണമെന്ന്? നീ എന്നാ അവളോട് സംസാരിക്ക്. അത് മാത്രം പറയാം. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കും. കിട്ടി ഗൈസ്. ഇതാണ് ഞാൻ തന്നെ സംസാരിക്കുമ്പോൾ അവർക്ക് തോന്നും. പക്ഷെ ഓപ്പോസിറ്റ് ഇതൊക്കെയുള്ള ഒരാള് കളിക്കാൻ തോന്നുന്നത് അത് തന്നെ ഓർക്കാൻ സംസാരിക്കും. ഓക്കെ, അത് ഇനി ഒരു ഗെയിം സ്ട്രാറ്റജിയാണ്. കിട്ടിയിട്ടില്ലല്ലോ. സിമ്പിളാണോ? എങ്ങനെയുണ്ട്? പറഞ്ഞു. അടിപൊളി അടിപൊളി. വെള്ളം വേണോ? വേണം. നാരങ്ങാണോ? ആയിരുന്നു. ബകലം വേണം. ബകലം വെള്ളം കൂടെ. ബകലേ ഉള്ളേ. ബകലം മതി. ഞാൻ ഇടയ്ക്ക് കൊണ്ട് ലക്ഷ്യത്തിൽ പോകും. സാലിയ, നീ അവളെ ഔട്ടാക്ക്. ഇനി അവക്ക് ഇതും തിന്നാനുണ്ട്, ഇതും തിന്നാനുണ്ട്. നീ ഇത് 2 തിന്നു. ഓർക്ക്, നീ സംസാരിക്കുമ്പോ അവള് മറന്നു പോകും. അതുകൊണ്ട് സായി സംസാരിക്കടി. സുഖമാണോ? നാരങ്ങയ്ക്ക് പുളി ഉണ്ടായിരുന്നോ? സൂപ്പർ.
അവർക്കുമായിട്ടുണ്ടേ. ഓക്കെ, ഒരാവശ്യമില്ല മാറ്റാണ്. അത് മിസ്കിട് ലെമൺ തിന്നോ. അപ്പത്തേക്ക് അവർക്ക് പുളി, ഉപ്പും പുളിയും കൊള്ളാം. ഞാൻ ഇവരെ ഇത്ര മിനിറ്റ് ഇതിപ്പോ ഒരാവശ്യമില്ല നമ്മളെ മാറ്റത്. അവളെ എക്സ്പ്ലെയിൻ ചെയ്താ കേട്ടത്. നന്നായിട്ട് ചവച്ച് കഴിക്ക്. പുളി എങ്ങനെയുണ്ട്? കൊള്ളാം. നിനക്കിപ്പോ എത്ര കിട്ടി? 4. ഉപ്പ്, പുളി 2. ബിസ്മിക്ക് എന്നൊക്കെ കിട്ടും പറ. സൂപ്പർ പുളി, സൂപ്പർ പുളി, ബാക്കിയുണ്ട് ഉപ്പ്. നിനക്കോ? പുളി, സൂപ്പർ, പുളി, സെൻഡർ, സില്ലി, 2. സെമൻ, സാവയ്ക്ക, സോട്ടൽ, 7. എന്റെ മോള് പണിഷ്മെന്റ് വാങ്ങിച്ചിരിക്കോ? നിനക്ക് ഇവിടെ വാങ്ങിച്ചു തരുവാ. നീ അത് ഓർക്ക്. ഇവിടെ തന്നെ വാങ്ങിച്ചിരിക്കുക. നിനക്ക് ഇവിടെ വാങ്ങിച്ചു തരുന്നേ ഓർക്ക്. മരുന്നുണ്ടോ ആര്യ? സുഖമാണോ? മരുന്നുണ്ടോ? സുഖം. എന്തെല്ലാം കിട്ടി? സോൾട്ട്, സുളി, വീട് പറ. സോൾട്ട്, സുളി, സില്ലി, സെമൻ, സാവയ്ക്ക. നീ സ്പീഡ് പറ. നിനക്ക് കിട്ടിയിരുന്നു. ഉപ്പ്, പുളി, വാരിങ്ങാളായി. 55 പെട്ടെന്ന് പോയത്. സിവക്ക് സിറ്റുന്നത് കാണണം. ചടുത്തിലുള്ള എന്റെ പേര് കാണാനോ ബോറടി. കാരണം ഇവരെ രണ്ടുപേരും കറക്റ്റ് സംസാരിക്കുമ്പം മതിയാവും. ബിസ്മി നിനക്ക് അവളെ വാങ്ങിച്ചതേ 2. എനിക്ക് പിന്നെ പറയണ്ടെന്ന് പറയില്ല. നീ ബെന്തേലൊക്കെ നീ എന്തെങ്കിലുമൊക്കെ പറ. സൊണ്ണമാ മുഖത്ത് എന്നാ കിട്ടു. ബോളോട് പോയിക്ക്. നീ പറ, ഞാൻ നിന്നോടെ ചോദിച്ചേ. അവളെന്നാ പറഞ്ഞേ? ഗൈസ് അച്ചി വിളിക്കുന്നു കേട്ടോ. നമുക്ക് ഇപ്പഴാണ് അച്ചി വിളിച്ചത്. ഞങ്ങള് ഭയങ്കര ചലഞ്ചില്ല ഇവിടെ. പറയൂ, പറ. മുഖത്ത് എന്നാ കിട്ടു? സല്ല സാട സയ്യാൻ. എടി നീ മുഖത്ത് എന്നാ കിട്ടു? പറ. പൗഡർ. എന്നാ സൗഡർ. പിന്നെ എന്നാ സൈലൈനർ. പിന്നെ വാജൻ. നിനക്കോ? സാജൻ. വിപ്ലവം. സിപ്പം. നീ എന്നാ കിട്ടു? ലിപ്സ്റ്റിക്. പെട്ടെന്ന് പറ. സൈലൈനർ. മൈലിൻ. സോയ്സറസ്. പെട്ടെന്ന് പറ. മനസ്സിലായില്ല. സോയ്സറസ്. പെട്ടെന്ന്. സോയ്സറസ്. സോയ്സറസ് സ്ക്രീൻ. ഓ സോയ്സറസ് സ്ക്രീൻ. ഗായ്സ് നമ്മളിവിടെ എഴുതുന്നുണ്ട് കേട്ടോ. എത്ര പണിഷ്മെൻ്റ് ആണ് ഒരാൾക്ക് കിട്ടുന്നത് എന്നൊക്കെ നമ്മൾ എഴുതുന്നുണ്ട്. അപ്പം ബിസ്മിക്ക് ഫസ്റ്റ് റൗണ്ടിൽ 4 പണിഷ്മെൻറ്റും എനിക്ക് 0 ഇട്ടത് 0. സാരിയായിക്ക് 7 പണിഷ്മെൻറ്റും കിട്ടി. അപ്പം
ഇത് ഏറ്റവും കൂടുതൽ പണിഷ്മെന്റ് കിട്ടാത്ത ആള്, പണിഷ്മെന്റ് ലാസ്റ്റ് ഏറ്റവും കുറവുള്ള ആളായിരിക്കും വിന്നർ ആകുന്നത്. ഓക്കെ ഞങ്ങൾ സെക്കൻഡ് റൗണ്ടിലോട്ട് കടക്കുകയാണ്. ഈ റൗണ്ട് എനിക്ക് കിട്ടാമെന്ന് എനിക്കുണ്ട്. കാരണം ഇവരെ എന്ന് പറയുമ്പം നമുക്ക് ഇങ്ങനെ ഇരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഗൈസ്. കാരണം നമ്മൾ ഒരാൾ മാത്രം ഇങ്ങനെ ഇരിക്കുക. ഇവരുണ്ടെങ്കിൽ ഓരോ ലെറ്റേഴ്സ് പറയാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ നല്ല പാടാണ്. ഇപ്പൊ ആ വാ കുട്ടിയെ കൂട്ടത്തിൽ വായിക്കുന്നത്. അതുമല്ല കേസ് നമ്മളിങ്ങനെ സംസാരിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുമ്പോൾ ഭയങ്കര നമ്മൾ ലെറ്റേഴ്സ് നമുക്ക് കിട്ടുന്ന തന്നെ മറന്നു പോകും. ഭയങ്കര പാടാണ്. ഇപ്പൊ എനിക്ക് തന്നെയാണെങ്കിലും സാരിയെല്ലാം കഴിച്ചു. ബിസ്മി ഇനി കഴിക്കാനുള്ളത് പാവയ്ക്കയും ചില്ലിയും കേട്ടോ. ബാക്കിയെല്ലാം ബിസ്മിയും കഴിച്ചു. അപ്പൊ നമുക്ക് ഇനി അടുത്തലുണ്ട്. ഞാൻ എടുക്കാം. സാരിക നോർമലാണ്. ഞങ്ങള് ഹാപ്പിയാണ്. ഈ പാവയ്ക്കാടെ കൈ ഇപ്പോഴും എന്റെ നാട്ടിൽ പോയിട്ടില്ല. നമുക്ക് ഈ ലോട്ട് എനിക്ക് ആയും ബിസ്മിക്ക് ചായ വാട്ടോ കിട്ടിയേക്കുന്നത്. നമുക്കപ്പോ 3, 2, 1 സ്റ്റാർട്ട്. അടങ്ങാം. എങ്ങനെയുണ്ട്? ചിന്ന ചെയ്യണം. നിങ്ങൾ സന്തോഷത്തിലാണ് ഈ ലെറ്റർ കിട്ടി. നിങ്ങൾക്ക് ഭയങ്കര സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ? അങ്ങനൊന്നുമില്ല. ചെറിയ ചാട. ഞാൻ ഭയങ്കര സന്തോഷത്തിലായി. മലയാളം ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. ആടുതൽ അണ്ടോട്ടി കണ്ട ആയിക്കോട്ടെ, ശരിയാ. കൂടുതൽ സന്തോഷിക്കും. പണിഷ്മെന്റ് നമുക്ക് നോക്കണ്ടേ? ഇതാ അടക്ക് അറിയട്ടെ. രണ്ടും കളിപ്പിച്ചാൽ എന്നാൽ നമുക്ക് മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. പണിഷ്മെന്റ് കിട്ടുവാണെങ്കിൽ ഇതിലേത് കിട്ടണമെന്ന് ആഗ്രഹം. ആരംഗം. പുതിയ പുതിയ വാക്കുകൾ വരുന്നത്. ആരെങ്കിലും തുളി. ആയിസ് അങ്ങക്ക് ആ അട്ടിയത് അങ്ങനെ അഴപ്പ ആൺ അടുക്കിട്ട് അറ. നമസ്കാരം. എന്തെങ്കിലും പറയാനുണ്ടോ? ചില്ല ചില്ലേ ചില്ലി എടുക്കാനോ? ചെയ്യണ്ട. പണിഷ്മെന്റ് വേണ്ടേ? എനിക്ക് ഇഷ്ടമല്ല. നിനക്കോ? വേണ്ട. ഈസിൽ വേണ്ടെന്നാണ് പറയുന്നത്. 6 അണ്ണം ആങ്ങിയില്ലേ? തെറ്റിച്ച് പറയണ്ടേ? കേസിന് 7 ആണോ ഇതിൽ പറയാം 6 ആണോ? 6 അന്ന് ആണ് അണഞ്ഞത്. കൊലാത്തിലാക്കണോത്തോ കൊല്ലക്കൊലക്കത്ത് മക്കൾ കൊത്തലാകുത്തി. എന്താണ് തന്റെ തലക്ക് പ്രാൺ പിടിച്ചോ? എന്റെ ഭാഷയുടെ ഇത് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സംസാരിക്കേണ്ട കേസൊക്കെ കണ്ട് ഈ പണിഷ്മെന്റ് തീരുന്ന പോലും ഇത് മൊത്തം ഇനി ഇരിക്കാൻ തോന്നുന്നു. ആപ്പി ആണെന്ന് അല്ലേ അണഞ്ഞേ? സന്തോഷം. അത് അടച്ച് ആണത്തേക്ക് ആണത്തുള്ളൂ. അനക്ക് എന്തോ പറ മനസ്സിലായോ? മനസ്സിലായി പറ. ശരിക്കും മനസ്സിലായില്ല. പറഞ്ഞോ. അമ്മി അല്ല രണ്ടാമത്തെ അനക്ക് ആ കിട്ടി. ഇവക്ക് ആ കിട്ടി, ഇവക്ക് ചാ കിട്ടി. ഇവിടെ പറയുന്ന എന്താന്ന് പോലും നമുക്ക് ഞാൻ തെറ്റിച്ചു. ആ കാ പറഞ്ഞു. ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പണിഷ്മെന്റ് വന്നിരിക്കുന്നു. അട്ടിട്ടണ്ടയാ എന്നാലും കേസ് അടുകൊണ്ട് എനിക്ക് പണിഷ്മെന്റ് കണ്ടാണത്. ആൺ അടുക്കാം. അല്ല അണ്ണത് അണ്ണണേ ഇതിലോ അറിയും. ഇതിന്റെ ഓടിയാണ് പുതിയ വർഷമാണ്. യെല്ലോ കളർ ആക്കി പോയി. നേരത്തെ ഓരോ കളറില്ല. വെള്ളക്ക് വെള്ളക്ക് ചെള്ള ഇതാ പറയണ്ട. ആരെയും അള്ളയും ആനയോ? നീല. നീല. ഓക്കെ. ബ്ലൂവിന് ആനയും പഞ്ചേച്ച് അണയാൻ അട്ടത്തില്ല. അത് അടക്കം.
അത് അള്ള മഞ്ഞക്കളർ അള്ളക്കളർ പൊട്ടിക്കാം ആ ആ തരട്ടെ ആ ഓ ഗേസ് ഇത് മഞ്ഞ കളറ് ആക്കിമോൻ ഹൈപ്പ് ആറു ഐഡില് ആറിയോ അറുതിരിക്കുന്നത് ആറ് ഐഡില് ആക്കിമോൻ മഞ്ഞ കളർ ആറിയോ ആക്കിമോൻ ഇത് കളർ ഇതാ അഞ്ഞ അഞ്ഞയും ചഞ്ഞയും നല്ല പേരുകൾ വരുന്നുണ്ട്. അമ്മക്ക് അയക്കാം മറ്റേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോ പോലെ തന്നെ ഇതിനകത്ത് കളർ ബ്രൗണും യെല്ലോയും യെല്ലോ ബ്രൗൺ. അതിന് 6 ആണം പിടിച്ചേ ഞാൻ പറയാം ഇതിന്റെയൊക്കെ പേരുകൾ അപ്പർ ഓക്കെ അപ്പർ അളി അളി പുളിക്കളി അളക ആറങ്ങ ആറങ്ങ ആവയ്ക്ക ആവയ്ക്ക ഈ ഇംഗ്ലീഷ് പറയാമോ? ഇംഗ്ലീഷ് പറയാണേ. ചില്ലി ഫിഷ് അറിയണോ? സാൾട്ട് ചമാൻ ചമറ ചില്ലി ചെമൻ ചമൻ ഓ ചാവയ്ക്ക ആ അവള് സോൾട്ടിന് ഇംഗ്ലീഷ് ഞാൻ പറയാൻ പറഞ്ഞപ്പം ഡിസ്നിയുടെ ചായാണ് അവള് പറഞ്ഞത് ചാൾട്ടെന്ന്. അത് അവള് അണയുന്ന ആട്ടപ്പോൾ ആൺ ആർത്തു അത് ആണെന്ന് എനിക്ക് കണ്ണടയ്ക്കാം വീണ്ടും പറഞ്ഞത് കണ്ണടയ്ക്കണം. ആദ്യം ഒരു പണിഷ്മെന്റ് സോൾട്ടാണ് അവൾ ചാൾട്ട് എന്ന് പറഞ്ഞ സംഭവം എന്ത് ചാൾട്ടത് അണ്ടില്ല അത് വേണ്ടി നമുക്ക് തീർന്നിട്ടില്ല. ആൺ അയക്കടയാ ആൺ അയക്കടയാ നോ എക്സ്പ്രഷൻ വെള്ളം ഭയങ്കര ഭാഗ്യമാണ് വെള്ളം അതാ ആൺ അത് അയക്കും അത് കഴിഞ്ഞ് അടുത്ത വിളിച്ചത് എക്സ്പ്രഷൻ ഭാഗ്യം അങ്ങനെ അട്ടല്ലോ ഐസ് അത് ഭയങ്കര അട ഭയങ്കര പാടാ ആർത്തിക്കാൻ അറന്നു പുളി പുളിയാക്കി അണിക്ക് അട്ടവ പക്ഷേ അപ്പ് അണ്ണോണ്ട് ഉറച്ച് ആടി അതിന് പുളി കിട്ടി വെള്ളം ഒഴിക്കുക. എന്നെ ഒഴിക്കുന്ന ബിസ്മി ചെല്ലാം ഇതാ എന്നെ വേണ്ടേ അതും ആണ്ട അതുകൊണ്ടാ വെള്ളം വേണ്ട അത് അയച്ചിട്ട് വെള്ളം വെക്കുക ഐസ് ആൺ എക്സ്പ്രഷൻ ആൺ ആണ് ആൺ അങ്ങനെ അയ്യോ നല്ല കോമ്പിനേഷൻ ആണ് കേട്ടോ അല്ലേ ഇതാ ചാ പുളി നല്ല ടേസ്റ്റ് ഉണ്ട് ചുളി എങ്ങനെ വെച്ചാൽ പുളി ഇവക്കിട്ട് അറിയ പറയാനുള്ള ചുളി ആൺ ആ അളന്നു ആവുന്നു ആൺ ആട്ടക്കണ് അട്ട് എന്നെക്കാളും മണിക്കൂർ വാരി കൂട്ടുന്നു തോന്നുന്നു ഞാൻ കാണാൻ ആഗ്രഹിച്ചു അപ്പൊ ഇങ്ങനെ തുടങ്ങുന്നു കുറച്ച് കഴിച്ചാൽ മതി ഇത് നല്ല ചില്ലിയാണ് ഇത് എന്നതിനാ
ആൺ ആറ് അറിഞ്ഞു അളിയോ അക്ക് അയ്യോ ചിന്തയെ ചമ്മയോ ഞങ്ങൾ ശ്രദ്ധിച്ചില്ലായിരുന്നു നയനം കേസർ മറിച്ചിട്ടായിരുന്നു പക്ഷെ സത്യസമൂഹം രണ്ടാമത്തെ പഠിപ്പിച്ചു അത് അയച്ചിട്ട് ആരെ ആ ഇത് കഴിക്കും പുളി എന്നാൽ ചെയ്ത് കഴിഞ്ഞാൽ കാണണം അത്രയും അയക്കണോ അയക്കണോ ആ അത്രയും ഓ പിസ്സ ഇതൊക്കെ എന്തൊക്കെ എനിക്ക് മാക്സിമം എപ്പോൾ എഴുതി പിടിച്ചു നോക്കാൻ പറ്റും ചെല്ലാം നമ്മൾ കാണുന്ന പോലെയല്ല നല്ല പാടാ ഇതൊക്കെ കഴിക്കാൻ ഉപ്പൊക്കെ തന്നെ കിളി പോയി ടിക്കറ്റ് ചേട്ടൻ ആണ്ടാ ഐസ് അണ്ണീന്ന് അണ്ണ അണ്ണു അടുത്ത അതിന് മാറ്റാൻ നമുക്ക് ആളെ നാളെ ആട്ടണം. പുളിയുണ്ട് എല്ലാം ഉണ്ട് ആറങ്ങ സോൾട്ട് ആ ഉപ്പ് കൂട്ടി എടുത്ത് കഴിക്കാം സോൾട്ടാണ് ഇതായിട്ട് എത്ര പഠിക്കേണ്ടി പോകുന്നു അഞ്ചായോ ആറാവുന്നുണ്ട് പണിഷ്മെന്റ് എന്നെ പിടിക്കുന്നുണ്ടല്ലോ എനിക്ക് നല്ല എന്നെ പിടിക്കും ഇപ്പോഴാ ചലഞ്ച് ഒന്ന് അടിപൊളിയായി വരുന്നത് ഉച്ചക്കാണ് അടുത്ത ഞാൻ കഷ്ടമാണ് നമ്മൾ അടുപ്പിച്ച് മൂന്നാമത്തെയാണ് അടിച്ചത് അറിയാവോ എന്നെ കളിയാക്കി കളിയാക്കി അവസാനിപ്പോ പിതാത്തന്നെ എനിക്ക് അനക്ക് ആൺ അട്ടിട്ടുണ്ട് ആമാ ആറങ്ങ ആട്ടണേ ആൺ അണ്ടൗട്ടി ആവും മിക്കവാറും ഇങ്ങനെ പോവാണല്ലോ തലയിലുള്ളതെല്ലാം ആണല്ലേ രണ്ടാമത്തെ ആൺ അപ്പ് അള്ളം ആണ് സോൾട്ടാണ് കിട്ടിയത് സമയമാവുന്നില്ല ആമാ അങ്ങള് അളിയിൽ അളിക്കാൻ അളവ ആ അണഞ്ഞ് അടുക്കും ഞങ്ങള് വെളിയിൽ ഇരിക്കാൻ പോകുവാണ് ഞങ്ങൾ വെളിയിൽ നിന്നപ്പം ഇവള് അല്ലേ വീണ്ടും പണിഷ്മെന്റ് വീണ്ടും പണിഷ്മെന്റ് വീണ്ടും കിടക്കുകയാണ് അനക്ക് ആരമായി ആണ് അടുക്കട്ടെ ചോക്കട്ടെ അണിക്ക് ചെമ്മണി അന്റെ ഫേവറേറ്റ് ആൺ അടുത്തിട്ട് അറ എന്താണ് കിട്ടിയേ ലെമൺ ലെമൺ യെസ് ലെമൺ കിട്ടില്ല അകത്ത് പോവാം അവിടെ ചേട്ടൻ ഐസ് അമൻ ആൺ അയക്കുക അയക്ക് നോ എക്സ്പ്രഷൻ ഇങ്ങോട്ട് നോക്ക് ഐസ് അന്നെ എക്സ്പ്രഷൻ ആൻ ആണ് അണയുന്നത് ആ ആൻ അങ്ങനെ എക്സ്പ്രഷൻ അടാതെ പറിക്കും അനീസ് അടിപൊളി ഈ നാരങ്ങ മണം ഇവിടെ വരും അന്നപ്പം മനസ്സിലാക്കത്തില്ലേ അതിന്റെ പുളി അളിയെന്നായിരുന്നു പറയേണ്ടത് അവള് പുളി അനി യെസ് ഇവളിപ്പോ ടോട്ടലി 7 ആയി ചെട്ട് ഇനി 8 ആകാൻ പോകും ഇനി 8 ഇനി 8 കേസ് ഇനി ചെട്ട് എട്ടെടുത്ത് 9 ഇനി 9 കേസ് 9 അല്ല പറഞ്ഞു ചിട്ടോ കേസ് പിന്നെയും തെറ്റിച്ചു അനക്ക് ഏറ്റവും അടുതൽ പണിഷ്മെന്റ് അടുക്കട്ടെ അടുക്ക് അടുക്ക് അസമിക്കും അസ്ഥി ഞാൻ എടുക്കാം ആദ്യം അടുക്കാം ലെമണോ ലെമൺ ആക്കിയത് ചിതായിക്ക് ചെമ്മ എനിക്ക് അട്ടിയത് ലെമൺ ചാൻസ് എടുക്കട്ടെ എങ്ങനെയുണ്ട് പിതാ അടിപൊളി ചാവക്ക നല്ല അടിപൊളിയാണ് ചാവയ്ക്ക
ആദ്യമായിട്ടാണ് പാവയ്ക്ക കിട്ടാൻ പോകുന്നത്. രണ്ടാമത്തെ അടുക്കട്ടെ പാവയ്ക്ക കഴിക്കേ? രണ്ടാമത്തെ അടുക്കട്ടെ അങ്ങനെ ഉണ്ട്. അടിപൊളിയല്ലേ? അടുക്കട്ടെ അടുക്കുവാണേ. അളി പുളി അളി അടുത്തിട്ട് അറാം. അനക്ക് ആണ് അനക്ക് ആരങ്ങടെ സമയം ചെത്തായി. സമയം 55. 5 മിനിറ്റ് മുകളിൽ എനിക്ക് മാറാനായിട്ട്. 9:50. അടുത്ത punishment. അസമിയുടെ ഉണ്ട്. കണ്ണടച്ചെടുക്കുക. ആരി അറിയില്ല. ഐസ് അസമിയെ അമ്മയ്ക്കാം. ആദ്യമേ പറഞ്ഞപ്പോ അയക്കുവാ ഗൈസ്. 1 മണിയായി ഗൈസ്. കഴിഞ്ഞു ഗൈസ്. ബിസ്മിക്ക് 3, ഫിദായ്ക്ക് 8. അവസാനം അതിന്റെ കൂടത്തിന്റെ ഓർമ്മ പറഞ്ഞില്ലായിരുന്നു അല്ലേ? 9. നമ്മളത് സെയിമായി. 4, 3, 7. മൂന്നാമത്തെ റൗണ്ടോട് പോവാണ്. ഇത് ബിസ്മി എടുക്കും. ഓക്കെ, മൂന്നാമത്തെ റൗണ്ട് പോവാണ്. കൊടുക്കും ഗൈസ്. എനിക്ക് ഇപ്പൊ കിട്ടാണ് കൊടുക്കേണ്ടത്. അപ്പൊ നിങ്ങൾ എന്റെ ലെറ്റർ എടുക്കുക. ഗൈസ് ഫിദായ്ക്ക് വീഴുന്നത് എനിക്ക് നിനക്കേതാ കിട്ടി ബിസ്മി? നിനക്കോ? താലിയാ ഇതെന്നാ? ഇത് അല്ലടി, ഇതെന്താ? അല്ലടി, ബോക്സിനകത്ത് എന്നാത്? എന്താ ഗൈസ്? ക്യൂ അവള് ന്യൂ പറഞ്ഞു. അടുത്ത നീ പറഞ്ഞു മ്യൂ ആണെന്നല്ലേ പറഞ്ഞേ? അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല എടി, അത് കുഴപ്പമില്ല. 3 വാക്ക് എടി, അത് കുഴപ്പമില്ല. നിനക്ക് മാരങ്ങ മിട്ടത്തില്ല. വെളിയില്ല. ഇവക്ക് ചില്ലി കിട്ടണം. നിന്നെടുക്ക്. ഞാൻ ഇളക്കി തരാം. നീ കണ്ണട എടുക്ക. അന്തയാ അന്ത ഇങ്ങോട്ടാ. എന്തായി? ഞാൻ എടുത്തു തരാം ഗൈസ്. നേരത്തെ ഇപ്പോഴാണ് എനിക്ക് എടുത്തത്. നിനക്ക് വെറുതാ മമ്മേ. ഇതിന് ബാക്കി വലുതാ. ബാക്കി കേട്ടു വല്ലാതെ കഴിക്ക്. പണിഷ്മെന്റ് പോലെ തോന്നില്ലേ? അല്ല നല്ല മൈപ്പ. ബിസ്മി, എന്തോ നിന്റെ ക്ലാസ്സിന്റെ പേരെന്നാ? മറഞ്ഞു. മിസ്. ഓ കേട്ടോ തന്നെ. ഇതുവരെ മില്ല.
ഇത് പാരമ്പര്യം കേട്ടോ നമ്മുടെ പിന്നെ ഇതിന്റെ ബസ്സിന്റെ കാര്യം പറയാനുള്ള നമ്മള് നന്നായിട്ട് മടുത്തു. പണിഷ്മെന്റും കിട്ടി, കുറെ ഇതും കിട്ടി. ഇവർക്ക് രണ്ടുപേർക്ക് സെയിം ആയിട്ട് 11 രണ്ടുപേരും കറക്റ്റ് 11. അപ്പൊ ഈ ഗെയിമിൽ വിന്നർ ഞാൻ ഇത് നോർമൽ അങ്ങനെ പറഞ്ഞാൽ മതി. ഭയങ്കര പാടായിരുന്നു. ഇത് നമ്മള് നമ്മൾ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇവിടെ ചിലപ്പോ എനിക്ക് അറിയില്ല അത് പറഞ്ഞോണ്ടിരിക്കുമ്പോ പണിഷ്മെന്റ് കാണുമ്പോഴോ അതിലൊക്കെ ഓർമ്മ ചില്ലിയാണ് ഇത് കുറച്ചും കൂടെ ടഫ്. ചില്ലിയൊക്കെ ടഫ്. ഭയങ്കര കയ്പ. ചില്ലി നമുക്ക് പിന്നെയും അടുപ്പിച്ച് 3 പാവയ്ക്കാം. ഞാൻ അടുപ്പിച്ച് 2 ഉപ്പ്. നീ എന്തിനാ അടുപ്പിച്ചു 2 ചില്ലി അടുപ്പിച്ചു? ഇവളാണ് അടുപ്പിച്ച് നിന്നില്ല ഹൈ സ്കോർ ഒക്കെ തന്നെ. അത് സമ്മതിക്കും. അങ്ങനെ അല്ല നമ്മള് അടുത്ത ചലഞ്ചിൽ ഞങ്ങൾ മാക്സിമം ഇവിടെ കുട്ടിക്കാൻ നോക്കും. സുമ്മാ ഇരിക്കുവോ? ഇതിപ്പം ഇവിടെ എന്തോ ഇതുകൊണ്ട് ഇവിടെ ജയിച്ചു. എന്തുകൊണ്ട് ഞാൻ കളിച്ച് ജയിച്ചു. ഇവിടെ നോർമൽ ആയതുകൊണ്ട് ഇവിടെ ജയിച്ചു പോയി. ഇനി വരുമല്ലോ ഞങ്ങൾ നന്നായിട്ട് മടുത്തിയ സൗണ്ടാണ് ഞങ്ങൾ ഇപ്പൊ നിർത്താൻ വിചാരിച്ചത്. അപ്പോ ഇതുപോലെയുള്ള വെറൈറ്റി ചലഞ്ചുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നിങ്ങൾ കമന്റ് ചെയ്യുന്ന ചലഞ്ച് ആയിരിക്കും നമ്മൾ ചെയ്യാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ പേര്. ഞങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാൻ തുടങ്ങണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം ഗൈസ്. പക്ഷേ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും. അതുവരെ ബൈ.